സർവകലാശാല വി.സി നിയമനങ്ങളിൽ സർക്കാർ ഗവർണർ ചർച്ച തുടരും. KTU ഡിജിറ്റൽ വി.സിമാരെ നിയമിച്ചത് ഏകപക്ഷീയമായിട്ടാണ് എന്ന മന്ത്രിമാർ ഗവർണറോട് പറഞ്ഞു. സ്ഥിരം വി.സി നിയമനത്തിലും ചർച്ച വേണം. ചർച്ചയാകാമെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കറും മറുപടി നൽകി. സേഫ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സേഫ്, ഈ വി.സി നിയമനവുമായി ബന്ധപ്പെട്ട ഗവർണർ സർക്കാർ പോരിൽ ഒരു മഞ്ഞുരുക്കത്തിന്റെ സാധ്യതയാണോ നമ്മൾക്ക് കാണാൻ കഴിയുന്നത്? അതെ, സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ഗവർണർ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് താൽക്കാലിക വി.സിമാരുടെ നിയമനം 2 സർവകലാശാലകളിൽ നടത്തിയത്. സർക്കാരിന്റെ പട്ടിക തള്ളിക്കൊണ്ടായിരുന്നു അത്തരത്തിലുള്ള നിയമനങ്ങൾ നടത്തിയത്. അപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്ത് നൽകിക്കൊണ്ട് ആ നിയമനങ്ങൾ റദ്ദാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും പിന്നീട് 2 മന്ത്രിമാരെ ഇതിനുവേണ്ടി ചർച്ചയ്ക്ക് വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നിയമമന്ത്രിയെ ചുമതലപ്പെടുത്തി. ഇന്ന് രാവിലെ ഏതാണ്ട് ഒരു 8:30 കൂടിയാണ് 2 മന്ത്രിമാരും ഗവർണർ രാജേന്ദ്ര അർലേക്കറെ രാജ്ഭവനിലെത്തി കണ്ടത്. സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥിരം വി.സിമാരുടെ നിയമനത്തിന് ഒരു പ്രധാനപ്പെട്ട നീക്കം നടത്തണം. കാരണം കേരളത്തിലെ 13 സർവകലാശാലകളിൽ 12 സർവകലാശാലകളിലും സ്ഥിരം വി.സിമാരില്ല. അതുകൊണ്ട് സ്ഥിരം വി.സിമാരുടെ നിയമനത്തിൽ ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകണമെന്ന സുപ്രീം കോടതി ഉത്തരവ് അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അപ്പോൾ ഗവർണർ അതിന് അനുകൂലമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. ചർച്ചയാകാം ആ വിഷയത്തിൽ, സ്ഥിരം വി.സിമാരോട് നിയമിക്കുന്ന കാര്യത്തിൽ ചർച്ചയാകാം എന്ന നിലപാട് രാജേന്ദ്ര അർലേക്കർ സ്വീകരിച്ചു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേപോലെ തന്നെ KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ വി.സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട എതിർപ്പ് സംസ്ഥാന സർക്കാർ രേഖപ്പെടുത്തി. ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനമാണ് ഗവർണർ അക്കാര്യത്തിൽ എടുത്തത്. സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചിക്കാതെയാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്ന് മന്ത്രിമാർ പറഞ്ഞപ്പോൾ ഗവർണർ പറഞ്ഞത് അത് ഏകപക്ഷീയമായ തീരുമാനമല്ല, തനിക്കൊരു നിയമോപദേശം കിട്ടിയിരുന്നു, താൻ നിയമോപദേശം ചോദിച്ചിരുന്നു, നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് താൻ നിയമനം നടത്തിയത് എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ കേരള സർവകലാശാലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ടായി. കേരള സർവകലാശാലയിലെ തർക്കങ്ങൾ അത് പെട്ടെന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് രജിസ്ട്രാറുമായി വി.സിയുമായി സംസാരിച്ചിരുന്നു. വി.സി പറയുന്നത് താൻ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അവിടെയുണ്ട്, അനിൽകുമാർ. ആ രജിസ്ട്രാറുടെ സസ്പെൻഷൻ നടപ്പാക്കിയാൽ മാത്രമേ മറ്റ് ചർച്ചകൾക്കുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ അക്കാര്യത്തിൽ നടക്കണം എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു സമവായത്തിന്റെ പാതയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് പുറത്തു വരുന്നത്. അജി, ശരി, സേഫ് ആണ് തിരുവനന്തപുരത്ത് നിന്നും വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.